തിരുവനന്തപുരം പേട്ടയിൽ നാടോടി ബാലികയെ തട്ടിയെടുത്ത് ഉപേക്ഷിച്ച സംഭവത്തിൽ പ്രതി പിടിയിലായിട്ടുണ്ട്. വർക്കല ഐരൂർ സ്വദേശി ഹസൻകുട്ടി എന്ന കബീറാണ് പിടിയിലായത്. പ്രതി കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാനാണ് തട്ടിയെടുത്തത് എന്നാണ് പോലീസ് പറയുന്നത്. വായ പൊത്തിപ്പിടിച്ചപ്പോൾ നിശബ്ദമായതോടെ മരിച്ചെന്ന് കരുതി ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും പോലീസ് വിശദീകരിക്കുന്നു. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഇന്ന് രാവിലെ കൊല്ലത്ത് നിന്ന് പ്രത്യേക അന്വേഷണ സംഘം പ്രതി ഹസൻകുട്ടി എന്ന കബീറിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് വഴിത്തിരിവായത്. സംഭവ ദിവസം ഹസൻകുട്ടി ഈ മേഖലയിലെത്തിയതിന് പ്രധാന തെളിവ് ഈ ദൃശ്യങ്ങളാണ്. രാത്രിയിൽ ട്രെയിനിൽ പേട്ടയിലിറങ്ങിയ പ്രതി 10:30 ചാക്കയിലെത്തി. വഴിയോര കടയിൽ നിന്ന് കരിക്കു കുടിച്ചു. തുടർന്ന് നടന്നു പോകുന്നതിനിടയിൽ നാടോടി സംഘത്തിനൊപ്പം ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ കണ്ടു. എടുത്തുകൊണ്ടുപോകുന്നതിനിടയിൽ കുഞ്ഞ് കരഞ്ഞു. വായു പൊത്തിപ്പിടിച്ചാണ് റെയിൽവേ ട്രാക്കിന് സമീപമെത്തിയത്. 2 ട്രെയിനുകൾ ഈ സമയം കടന്നുപോയി. കുഞ്ഞ് നിശബ്ദമായപ്പോൾ മരിച്ചെന്ന് കരുതി ഉപേക്ഷിച്ചു. എന്നാൽ കുഞ്ഞെങ്ങനെ ഓടയിൽ പരിക്കില്ലാതെ എത്തിയെന്നത് വ്യക്തമായിട്ടില്ല. അയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഞാൻ വായ കുത്തിപ്പിടിച്ച് കഴിഞ്ഞിട്ട് കുട്ടി അനക്കമില്ലാതാവുമ്പോൾ എനിക്ക് ഒരു പേടിയായി എന്നാണ് ഇപ്പോൾ പറയുകയാണ്. പക്ഷേ നമുക്ക് അവിടെ എന്താണ് സംഭവം അവിടെ പോയിട്ട് മനസ്സിലാക്കേണ്ടി വരും. കാരണം അവിടെ CCTV ഇല്ല. ഇയാൾ പറയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ലൈംഗിക അതിക്രമത്തിനാണ് കുട്ടിയെ തട്ടിയെടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. പ്രതിക്ക് അത്തരം പശ്ചാത്തലമുണ്ട്. കൊല്ലത്ത് നാടോടി ബാലികയെ തട്ടിയെടുത്ത് പീഡിപ്പിച്ച സംഭവമുണ്ടായി. എന്നാൽ അതിന് കേസില്ല. 2022 ഐരൂരിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയാണ്. അറസ്റ്റിലായ ഇയാൾ കഴിഞ്ഞ ജനുവരി 12 ജയിൽ മോചിതനായത്. കൃത്യമായ മേൽവിലാസമില്ല. അലഞ്ഞു നടക്കുന്നയാളാണ്. എനിക്ക് അങ്ങനെ പ്രത്യേക പരിപാടിയൊന്നുമില്ല. ഹൗസ് ബ്രേക്കിംഗ് ഒക്കെ മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. പിന്നെ ഇങ്ങനെ തോന്നുമ്പോൾ ഇങ്ങനെ ഉപദ്രവിക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ട്. പേട്ടയിൽ കുട്ടിയെ തട്ടിയെടുത്ത് ഉപേക്ഷിച്ച ശേഷം തമ്പാനൂരിലേക്ക് പോയി എന്നാണ് ഇയാൾ പറയുന്നത്. യാത്രയ്ക്കിടെ ബൈക്കിൽ ലിഫ്റ്റ് ലഭിച്ചു. പിന്നീട് ബസ്സിൽ ആലുവയ്ക്ക് പോയി. ഇതിനിടയിൽ പഴനിയിൽ പോയി തലമുണ്ടനം ചെയ്തെന്നും മൊഴി നൽകിയിട്ടുണ്ട്. നൂറുകണക്കിന് CCTVകളിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങൾ ജയിൽ വകുപ്പിന് അയച്ചു കൊടുത്താണ് പ്രതി ഹസൻകുട്ടിയാണ് എന്ന് തിരിച്ചറിയുന്നത്. ഇയാളുടെ പക്കൽ നിന്ന് മൊബൈൽ ഫോൺ കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും. പ്രതിയെ കഴിഞ്ഞ ദിവസം തന്നെ തിരിച്ചറിഞ്ഞെങ്കിലും ഇയാൾ എവിടെയെന്ന് കണ്ടെത്താൻ വിപുലമായ അന്വേഷണം വേണ്ടി വന്നു. തിരുവനന്തപുരം DCP നിതിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ കണ്ടെത്തിയത്. പ്രതിയെ കിട്ടിയെങ്കിലും ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. കുഞ്ഞിനെ തട്ടിയെടുത്ത ശേഷം എങ്ങനെയാണ് ഉപേക്ഷിച്ചതെന്ന് അടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരമായിട്ടില്ല. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നാണ് പോലീസും പറയുന്നത്. പ്രേം ശശിക്കും രതീഷിനുമൊപ്പം R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.